ഏവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞു, എന്നിട്ട് ഇവരെന്താ ഇപ്പോൾ ഈ ഒരു പുൽക്കൂടിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് ഒരുപക്ഷെ തോന്നാം. അത് ഈ പുൽക്കൂടിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് മറ്റൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പുൽക്കൂട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. കാരണം അവിടെ ജാതി മത ഭേദമന്യേ നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ, നാട്ടിൻപുറങ്ങളിൽ, കുട്ടികളുടെ വീടുകളിൽ പ്രത്യേകിച്ച് എല്ലാവരും പുൽക്കൂട് ഉണ്ടാക്കുന്ന ഒരു മത്സരമായിരുന്നു. എൻ്റെ പുൽക്കൂടാണോ നല്ലത്, നിൻ്റെ പുൽക്കൂടാണോ നല്ലത് എന്ന് നോക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പുൽക്കൂടിൻ്റെ നിർമ്മാണമൊന്നും വലിയ തോതിൽ കാണുന്നില്ല. കാരണം കുട്ടികൾക്ക് കൂടുതൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട്. മൊബൈലാണെങ്കിലും ടെലിവിഷനാണെങ്കിലും വീഡിയോ ഗെയിംസുകളാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിലേക്ക് അധികം കുട്ടികൾ പോകുന്നില്ല എന്നതൊരു സത്യം തന്നെയാണ് കേട്ടോ. കൂടുതലും റെഡിമെയ്ഡ് പുൽക്കൂടുകളും സെറ്റുകളും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയിരുന്ന ആ ഒരു സ്റ്റൈലിലുള്ള കുറച്ച് പുൽക്കൂടുകൾ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യമുള്ളത്, നമ്മളൊക്കെ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായിട്ട് കിട്ടുന്ന കട്ടയും കല്ലും ചെളിയും കമ്പും കരിയിലയും പുല്ലും ഒക്കെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മളൊരു ആർട്ട് ഫോമിലേക്ക് മാറ്റുമ്പോൾ എൻ്റെയാണോ നല്ലത്, നിൻ്റെയാണോ നല്ലത് എന്നൊക്കെ നോക്കുന്ന തരത്തിൽ അതിനൊരു അവസരം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മുടെ കുറേ കുട്ടികളെ സംബന്ധിച്ച് അത്തരത്തിൽ ചെയ്യുമ്പോൾ അവർക്ക് കുറേയധികം ബ്രെയിൻ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവരുടെ ചിന്താഗതികളും അവരുടെ കലാബോധവും ഭാവനയെയും ഒക്കെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് സത്യത്തിൽ ഈ ഒരു ക്രിപ്സെറ്റിൻ്റെയൊക്കെ നിർമ്മാണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ രൂപങ്ങൾ വാങ്ങിക്കാൻ പോലും നമുക്ക് പൈസ കാണത്തില്ലായിരിക്കും. അല്ലെങ്കിൽ അതിന് അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊക്കെ ചെയ്തിരുന്നൊരു കാര്യം പറയാലോ. നമ്മുടെ ഈ മരുന്നൊക്കെ വാങ്ങിക്കുന്ന ഈ 50 ml ചെറിയ ബോട്ടിൽസ് കിട്ടും നമുക്ക്, കുഞ്ഞു അന്ന് എനിക്ക് തോന്നുന്നു ഈ ഐ ഡ്രോപ്സുകളൊക്കെ ഈ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ കുറേ അധികം കുഞ്ഞു ബോട്ടിൽസ്, പൊക്കമുള്ള ബോട്ടിൽസ്, പലതരം ബോട്ടിൽസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ബോട്ടിലുകളെയൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ ഈ പെൻഗ്വിൻ്റെ പോലത്തെ തലയുള്ള ബോട്ടിലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അത്തരം ബോട്ടിലുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, അതിനെയൊക്കെ നമ്മൾ പലതരത്തിൽ ഷേപ്പ് ചെയ്തിട്ട് ചെളിയും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെയൊക്കെ രൂപങ്ങളൊക്കെ ആക്കി മാറ്റി അതിൽ ചെറിയ ചെറിയ തുണികളുടെ കഷ്ണങ്ങൾ, അപ്പോൾ അതിനൊക്കെ എന്താണ് നമ്മൾ തയ്യൽക്കാരൻ്റെയൊക്കെ എടുത്ത് പോയിട്ട് പലതരത്തിലുള്ള, അപ്പോൾ തയ്യൽക്കാരുടെ അടുത്ത് നിന്ന് പലതരം തുണികൾ കിട്ടും, കഷ്ണങ്ങൾ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ വെട്ടിയെടുത്ത് അതിലൊക്കെ ഒട്ടിച്ചൊക്കെ പിടിപ്പിച്ച് നമ്മൾ മാതാവിനെയും യൂസപിതാവിനെയും അട്ടടയന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ നിർമ്മിച്ചൊക്കെ വിൽക്കുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ആകാംക്ഷയാണ്. ക്രിസ്മസ് വരുമ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യും, അവനെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അടുത്ത വീട്ടിലെ ആളെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ കാണാനുള്ളൊരു ആകാംക്ഷയാണ്. അതൊക്കെ സത്യം പറഞ്ഞാലൊരു എന്താ പറയുക, ഓർക്കുമ്പോൾ തന്നെ ഒരു രസമാണ്. ഇന്ന് അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും കാണുന്നില്ല. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പുൽക്കൂട് സത്യം പറഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള പുൽക്കൂടൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുൽക്കൂട് നിങ്ങളെ കാണിക്കുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പുൽക്കൂട് ഇത് കണ്ടില്ല, ഇത് ഞാൻ നമ്മുടെ ലുലു മാളിനടുത്തുള്ള ഒരു ചർച്ചുണ്ട്, അവിടുത്തെ ഒരു പുൽക്കൂട് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം ലാൻഡ്സ്കേപ്പ് മോഡിലല്ല എടുത്തത്, അതുകൊണ്ടാണ് ഇത് ക്രോപ്പ് ചെയ്തൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് കാണാത്തത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന, നമ്മളല്ല ഇവരുണ്ടാക്കുന്നവർ ഉപയോഗിച്ചത് ഫോം ബോർഡാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോം ബോർഡ് കുറച്ച് എക്സ്പെൻസീവാണ്, എങ്കിലും അത് വെച്ച് കട്ട് ചെയ്ത് നല്ല സ്പ്രേ പെയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫോറിൻ സ്റ്റൈൽ പുൽക്കൂട് അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺസ്ട്രക്ഷൻ ഓർമ്മിക്കുന്ന തരത്തിൽ ചെയ്തിട്ടുള്ളൊരു പുൽക്കൂടാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്. ഇതൊന്നും ഇത്രയും പൈസ മുടക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കുട്ടികളെയൊക്കെ കാണിച്ചു കൊടുക്കുക. അതേ കണ്ടില്ലേ, ഇത്തരം പുൽക്കൂടുകളൊക്കെ അവർ നിർമ്മിച്ചിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്കും എന്തെങ്കിലുമൊക്കെ അവരാൽ കഴിയുന്ന തരത്തിലേക്ക് അവർക്കതിനെ മോഡിഫൈ ചെയ്ത് മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികളെ ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണിച്ചു കൊടുക്കുക. അതേ കണ്ടോ, ഇത് ഇന്ന സാധനം വെച്ചാണ്, അങ്ങനെയാണ്, നീയും അടുത്ത പ്രാവശ്യം ഇതുപോലൊരു പുൽക്കൂട് ഉണ്ടാക്കണം എന്നൊക്കെ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇത്തരം ഭാവനകൾ അവരുടെ മനസ്സിലേക്ക് വരുത്താനായിട്ട് കഴിയും. അത് അവർക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ഒരു പുൽക്കൂടിൻ്റെ നിർമ്മാണം മാത്രമല്ല കേട്ടോ, മറിച്ച് അവരുടെ ബൗദ്ധിക തലത്തിലും അവരുടെ കലാ മേഖലകളിലും ഒക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സന്ദേശവും ഒരു കാര്യവും ക്രിസ്മസിലുണ്ട്. ഇത് മറ്റൊരു പുൽക്കൂടാണ് കേട്ടോ. ഇത് ഒട്ടും ചിലവില്ലാതെ വളരെ കുറഞ്ഞ രീതിയിൽ ഒരു വീടിൻ്റെ മുന്നിൽ നിർമ്മിച്ചത് ഞാൻ കണ്ട ഒരു പുൽക്കൂടാണ് കേട്ടോ. അപ്പോൾ കുറേ പുൽക്കൂടുകൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. 3 പുൽക്കൂടാണ് കാണിച്ചത്. മറ്റൊന്നുമല്ല, വരുന്ന ക്രിസ്മസിൽ, അതായത് 2025 ഡിസംബറിലെ ക്രിസ്മസിൽ നിങ്ങളും ഇതുപോലെ ഒരു പുൽക്കൂടുകൾ നിർമ്മിക്കണം കേട്ടോ. നല്ലൊരു പുൽക്കൂട് നിർമ്മിക്കണം, നിങ്ങളുടേതായ രീതിയിൽ നിർമ്മിക്കണം.
അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരുകയാണ്. അടുത്ത വർഷം ക്രിസ്മസ് നമുക്ക് മനോഹരമായി നമ്മുടെ പുൽക്കൂടിൽ നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.